ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ? എല്ലാവരും ഒരുമിച്ച് പറയോ? റെഡി? 1 ഹാപ്പി ഓണം. അപ്പൊ ഇന്ന് തിരുവോണാണ്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഉച്ചയായി. ഇപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് ഇന്ന് ഓണം ആഘോഷിക്കാൻ പോണത്. അപ്പം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ദിൻസി അവിടെ അവിയലിനുള്ള കഷ്ണങ്ങളാണ് വേവിക്കാൻ വെച്ചേക്കുന്നത്. ഞാനിവിടെ പരിപ്പ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ഓണം പറയണ്ടാ? എന്തെങ്കിലും പറയണ്ട? പറയും. അയ്യോ, ഹാപ്പി ഓണം, ഹാപ്പി ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് അല്ലേ കുഞ്ഞ? ഓണം. ഞാനിപ്പോ ആരാന്ന്? അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇന്ന് എന്തൊക്കെ കറി വെക്കാൻ പോണെന്ന് പറയട്ടെ? ഞാൻ പറയണ്ടേ? ഇവള് പറയും. അതെ, ഷെഫ് പറയും എന്തൊക്കെ വെക്കാൻ പോണെന്ന് പറയും. സാമ്പാറ്, അവിയല്, മത്തങ്ങ പയറെരിശ്ശേരി, കടല കൂട്ടുകറി, ഇഞ്ചിക്കറി, അച്ചാറ്, പപ്പടം, പാലട പായസം, ബീട്രൂട്ട് പച്ചടി, കാളൻ. ആയാ, ശരിക്കും ഓണത്തിന് ചോറ്, വാഴയില. ശരിക്കും ഓണത്തിൽ എത്ര ടൈപ്പ് കറി ഉണ്ടാവും? ശരിക്കും മോനെ? പക്ഷെ എന്നും സദ്യ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് തൃശ്ശൂര്, 27 കറിയായിട്ട് ഓണസദ്യ എല്ലാ ദിവസം കിട്ടുന്നു. എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കണ്ടോ? അതെ, 27 തന്നെ മറ്റേ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങള് വേവിക്കാൻ വെക്കാൻ പോണ്. അവിടെ മറ്റേ അവിയലും. ഇനി എന്തൊരു കഷ്ണങ്ങൾ മറന്നേ? വെണ്ടയ്ക്ക അവസാനം, തക്കാളി അവസാനം, സവോള കട്ട് ചെയ്തിട്ടുണ്ടേ, പായസം എല്ലാം കൂടി വെക്കണം. ഇതൊന്ന് ഇതാക്കാൻ വെച്ചിട്ട് ബാക്കി വെക്കാം. വെളുത്തുള്ളി ഇടണ്ടേ അതില്? വേണ്ടേ? വേണ്ട. ചേന കുറച്ച് നന്നാക്കി വെച്ചിട്ട് കുറെ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രോസണ വാങ്ങിച്ചേനെ. അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല. അതിലേക്ക് ചേന വേണ്ട, രണ്ടെണ്ണം ചേന ഉണ്ട് ഇതിനകത്ത്. പച്ചക്കറികൾ കട്ട് ചെയ്തിട്ടേ ക്ഷീണിച്ചു അവൻ. ഫ്രോസൺ പച്ചക്കറി ആയിരുന്നു, പക്ഷെ അത് വീണ്ടും അവനെടുത്ത് കട്ട് ചെയ്തു. അവന് വയ്യാണ്ടായിരുന്നു, അവൻ ഉറങ്ങി. അപ്പൊ അടുത്തത് ഇതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ അവിയലിന്റെ കഷ്ണങ്ങളും സാമ്പാറിന്റെ കഷ്ണങ്ങളും ഒക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മള് മറ്റേ പയറ് വേവിക്കാൻ വെച്ചു. ഒപ്പം തന്നെ കാബേജ് ഉണ്ടാക്കാൻ പോവാണേ. കാബേജ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് കടുക് കുറച്ചും കൂടി ഇടണം അതിനകത്ത്. കഴിഞ്ഞേ കുടിക്കുന്ന പപ്പ വെള്ളം തരും. കുടിച്ചേ കുളിക്ക് പോയി കടുക് തലയും കുളിക്കട്ടാ. ഇടാൻ വേണ്ടി വന്നപ്പോ തല കുളിക്കണ്ട ജൂലേ? അല്ലെങ്കിൽ ഇന്നുകൂടി കുളിക്കണ്ട തല? നാളെ കുളിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോ സവോളയും വെളുത്തുള്ളി ഇടാം. സാമ്പാറിലേക്കുള്ള പരിപ്പ് വേവിച്ചു, കഷ്ണങ്ങൾ വേവിച്ച് മാറ്റി വെച്ചു. കടല വേവിക്കാൻ പോവാം. ഇനിയിപ്പോ സാമ്പാർ കാച്ചിയാൽ മതി. അതുപോലെ മറ്റേ അവിയൽ റെഡിയായി, അവിയലെ കഷ്ണങ്ങൾ റെഡിയായി, ക്യാബേജ് അവിടെ റെഡിയായി. ഇത് മറ്റേ കൂട്ടുകറിയിലേക്കും കാളനിലേക്കുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടി വെച്ചാണ്. ഇതെന്ത് പ്രശ്നം എന്ന് വെച്ചാൽ എന്തിനാ അറിയോ? നമുക്കിങ്ങനെ എടുത്ത് വെക്കാനായിട്ട് സ്ഥലമില്ല. പടപടാന്ന് ഉണ്ടാക്കി മാറ്റാനുള്ള സ്ഥലം ഇല്ലാണ്ടായിപ്പോയി. ഇനി അടുത്ത് കടല വേവിക്കാൻ വെക്കട്ടോ. കടല വേവിക്കണം, ആദ്യം കഷ്ണങ്ങൾ വേവിക്കണം. കടല വേവുമ്പോഴേക്കും ഒരു കറി ഉണ്ടാക്കാൻ പറ്റും അല്ലേ? നമ്മൾ വീട്ടില് ബഹറിന് പോന്നെ തന്നെ ആദ്യമായിട്ടാണ് വീട്ടില് സദ്യ വെക്കുന്നതാണോ? ആദ്യമായിട്ട് വെക്കാൻ പോണത്. ഇതുവരെ വെച്ചിട്ടില്ല. ശുക്കുന് ഉറക്കം വരുന്നുണ്ടല്ലേ? അപ്പം അത് കഷ്ണം വെക്കാൻ വേണ്ടി വെച്ചു. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെക്കാം. അതെ, ശുക്കു ഹാപ്പി ഓണം പറയണേ. ശുക്കു ഹാപ്പി ഓണം. ശുക്കു ഹാപ്പി ഓണം. ശുക്കു സദ്യ കഴിക്കോ? ശുക്കു സാമ്പാർ അങ്ങനെ ഇവിടെ വെണ്ടക്കായയുടെ ഒരു
വെണ്ടക്കായ ഇഷ്ടമുള്ള വെണ്ടക്കായ ഭയങ്കര പ്രാന്ത് പിടിച്ച് ഇഷ്ടമുള്ള ഒരാളുള്ള കാരണോട് കുറേ വെണ്ടക്കായ ഇട്ടുണ്ട്. ഇനി പുളി പിഴിഞ്ഞൊഴിക്കണം, തക്കാളി ഇടണം. അതും കൂടെ രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. അതിൽ തേങ്ങ അരച്ചൊഴിക്കില്ലേ? വറുത്ത് കൊടുല്ലേ ചേച്ചി? അപ്പൊ വറുത്ത് ഇപ്പൊ അത് ഇടുവാൻ കഴിഞ്ഞില്ലേ? ആ പണി കഴിഞ്ഞല്ലോ അല്ലേ? അങ്ങനെ വെണ്ടക്കായ സാമ്പാർ റെഡി ആയിട്ടാണ്. ഇപ്പുറത്ത് ഇപ്പൊ മത്തങ്ങ എരിശ്ശേരി സെറ്റാക്കാൻ വേണ്ടി പോവാം. എന്നെ കണ്ട എന്തെങ്കിലും തോന്നും? മുഖത്ത് എന്തോ പറ്റിയിട്ടുണ്ട്. നിന്റെ ഏട്ടൻ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റ് ആണ്. കമ്മലായിപ്പോയി, പക്ഷെ എനിക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ്. ഇവള് അങ്ങനത്തെ റിങ് മൂക്കുത്തി ഇട്ടേണ് കണ്ടിട്ടാണ് എനിക്കിഷ്ടം. പക്ഷെ അങ്ങനത്തെ എന്റെ മൂക്കിൽ കയറുന്നില്ല. അത് കാരണം ഞാൻ കമ്മല് വാങ്ങിച്ച് മൂക്കിലിട്ടു. ഹാമിൽട്ടണിലെ കിവി ഫ്രഷ് എന്നൊരു കടയുണ്ട്. ആ കടയിൽ നിന്ന് പോയിണ്ടായിരുന്നേ. അപ്പം ഈ മൂക്കുത്തിയും വലിയ പൊട്ടും സിന്ദൂരൊക്കെ കണ്ടപ്പോ അവിടുത്തെ അമ്മമ്മനോട് ചോദിച്ചു, മോള് ഇവിടുത്തെയാന്ന്. ഞാൻ പറഞ്ഞു കേരള എന്ന് പറഞ്ഞു. ഏത് നാട്ടിലേക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലേക്കാന്ന് പറഞ്ഞു. അമ്മമ്മ എന്നെ കണ്ട നോർത്ത് ഇന്ത്യന്റെ പോലെ ഉണ്ടെന്ന്. മത്തി കളിയാക്കണമെന്ന് എനിക്ക് മനസ്സിലായി. കുടിക്കുന്ന സാമ്പാർ സെറ്റ്. ഇനി അത് മറ്റേ മത്തങ്ങയും പയറ് ശരി റെഡിയായി. അതിനിടയ്ക്ക് ഒരു ലോഡ് പാത്രങ്ങൾ വേണ്ടായിരുന്നു. അത് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സൗണ്ടാണ് കുറച്ചും പഴം കേൾക്കണേ. അതിന് കിട്ടായിരുന്നു മറ്റേലിക്കുള്ള കഷ്ണങ്ങൾ അല്ലേ? ഇത് മത്തങ്ങയും പയറും എരിശ്ശേരി. മറ്റേ ഇനി കാളുണ്ടാക്കാൻ കഷ്ണങ്ങൾ റെഡിയാണ്. കാളുണ്ടാക്കാനുള്ള കഷ്ണങ്ങൾ റെഡിയാണ്. ഇനി അത് കടല വേവിച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലേ? ഞാൻ മാറ്റാം. ഇത് നിലത്ത് പോയിരുന്നാ മതി. അടുക്കണ്ട ഇത് വേണ്ട പാട്ടിയെ. നല്ല ഭംഗിയുള്ള പൂവാണ്, പക്ഷെ എടുക്കണ്ട. വാ നിലത്തുള്ള എടുത്താ മതി. വായോ. അതൊന്നും വേണ്ട, അത് വേണ്ട. വായോ വാട്ടിയതേ നല്ലത് നോക്കിയിട്ടോ വാട്ടിയ. The yellow bull. We also need some leaves. Remember last time? We also need some leaves. എല്ലാം സെയിം കളറാണ് നമ്മുടെ, പക്ഷെ അല്ലേ? ബോട്ടിലേയും കൊടുക്കലോ? Oh, that's a really good one. What else should we get? അവര് പോയി ഞങ്ങളെ കൂട്ടാണ്ട്. അങ്ങനെ കറികൾ ഒരു ഇതെല്ലാം ശരിയായി. ഇനി ആകെ കൂട്ടുകറി കൂടി ചെയ്യാനുള്ളൂ അല്ലേ? കൂട്ടുകറിയും ഇഞ്ചിക്കറി ശരിയായി. ഇനി ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ തിളച്ച് വയ്ക്കണം. ശർക്കര കുറച്ചും കൂടി ഇടാം അതിനകത്തോട്ട്. പിന്നെ ജോമോനോട് പായസം ഉണ്ടാക്കണത്. പാവം ഇത്ര നേരം ഒരു കണ്ണിന്റെ പോളടക്കാണ്ട് ആ പായസം ഇളക്കിക്കൊണ്ടിരിക്കാൻ നോക്കി. ഇതുവരെ ഉറങ്ങിയിട്ടില്ല അല്ലേ ജോമോനെ? പപ്പടം വറക്കാൻ പോണം നീ തന്നെയല്ലേ? തുടങ്ങിയതാണെന്നറിയോ പായസം കുടിച്ച് കഴിയുമ്പോ നിങ്ങൾ പറഞ്ഞോ? അതെ. എന്ത് പായസം ജോമോൻ ഉണ്ടാക്കണേ? ഇത് പാലടാ. അപ്പൊ പാലട എങ്ങനെ ഫസ്റ്റ് എങ്ങനെ വേവിച്ചാ? പാലട വേവിച്ചത് മാറ്റി വെച്ചേക്കുവാ. വേവിച്ചിട്ട് മാറ്റി വെച്ചാ? മാറ്റി വെച്ചില്ല, മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തിട്ട് എന്നിട്ട് പാലക്കൊഴിച്ച് ഒരു ഏലക്കായൊക്കെ ഇട്ട് ഈ ഇങ്ങനെ ഉണ്ടാക്കണ പായസം പിങ്ക് കളറിൽ വരുന്ന പായസം അത് ഇതല്ല, അത് വേറെ. അത് ഇതറേ ഞാൻ എന്തോ ഡബിൾ ഹോൾസിന്റെ മറ്റേ പാലട മിക്സിന്റെ ഒരു കവർ കണ്ടു. അത് ഇതിനകത്ത് നീ ഉപയോഗിച്ചിട്ടല്ലേ? അതന്നെ ആ മിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. ഡബിൾ ഹോഴ്സിൽ നിങ്ങൾ മറ്റേ പ്രൊമോഷൻ കൊടുക്കരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്. ജോമോന്റെ പായസത്തിന് ജോമോന്റെ പായസം തന്നെ പറയണം, ഡബിൾ ഹോഴ്സിന്റെ പായസം എന്ന് പറയരുത്. ശരി.
അപ്പൊ ഇന്ന് തിരുവോണമായിട്ട് ഒരുവിധം എല്ലാ കറികളും ഒരുവിധം നല്ല എല്ലാ കറികളും ഉണ്ടാക്കിയത് ഇതിന് ചേർത്ത്. അപ്പൊ ഇത് ബീറ്റ്റൂട്ട് പച്ചടി, ഇത് ചേന കായ മെഴുക്കുവരട്ടി, കാളൻ, മത്തങ്ങ പയറരിശ്ശേരി, സാമ്പാറ്, അവിയല്, കാബേജ് തോരൻ. ഇനി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ചേനയും കായും. കൂട്ടുകറി നീ ഉണ്ടാക്കിയത് പിന്നെ മനസ്സിലായില്ല, അതാ കളർ കണ്ടപ്പോ മനസ്സിലായില്ല ഞാൻ ഉണ്ടാക്കിയത്. അതെ, കൂട്ടുകറി കളർ കണ്ടിട്ട് മനസ്സിലായില്ല. കൂട്ടുകറി. ഇത് ഇഞ്ചംപുളി, ഞങ്ങളുടെ മറ്റേ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടാ, പുളിയായിരിക്കും കൂടുതൽ. ഇത് ഇത് ജോമോന്റെ സ്പെഷ്യൽ പാലട പായസം. പാലട പ്രഥമൻ എന്ന് പറയുമോ? അത് അടപ്രഥമൻ. പാലട പായസം അത് വേറെ. അതും കൂടി കഴിഞ്ഞു. ഇനി ചോറ് വെക്കണം, പിന്നെ എന്നിട്ട് പപ്പടം വറക്കണം. പപ്പടവും ജോമോ തന്നെ വറക്കാം. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 ജോലി ചെയ്തോണ്ടിരിക്കുന്നത് പവനാണ്. IJK ഫാമിലിയുമായി ഒത്തുചേർന്നുകൊണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് മല്ലു ഫ്രം ന്യൂസിലാൻഡ്. കഴിഞ്ഞു. ഇനി മറ്റേ പപ്പടം വറക്കണം. നിന്റെ ഏട്ടനും പിള്ളേര് അതില് തേങ്ങ വറുത്തില്ല. പിന്നെ നിന്റെ ഏട്ടനും പിള്ളേരും കൂടി പോയിട്ട് കൊറേ പൂക്കൾ എടുത്തിട്ട് വന്നിട്ടാ. ഇനി അത് പൂക്കളം നമ്മൾ ഇടും. അത് നിരത്തി അതും കൂടി സെറ്റാക്കി പൂക്കളം. അപ്പൊ ഞങ്ങൾ സദ്യ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് റീൽസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് വേഗം പൂക്കളിടാൻ പോയിട്ടാ. പൂക്കളം പടപടപടാന്ന് എല്ലാവരും ഇട്ടോണ്ടിരിക്കണേ. എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. മറ്റേ ചെറുപ്പത്തില് മറ്റേ പൂക്കളൊക്കെ സ്കൂളിൽ ഇട്ടിട്ട് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ? എനിക്ക് പക്ഷെ ഫസ്റ്റ് കിട്ടിയതാ. ഞാൻ വെച്ച കൂടെ ഫസ്റ്റ്. അങ്ങനെ എല്ലാവരും പടപടപടാന്നിട്ടോണ്ടിരിക്കാം. പിള്ളേര് പോയിട്ട് എല്ലാവരും പോയിട്ട് എടുത്തിട്ട് പൂക്കളുള്ളത്. പെട്ടെന്നായില്ലേ തുടങ്ങിയപ്പോഴേക്കും. വീഡിയോ എടുക്കാന്ന് വെച്ചാൽ കയ്യിൽ പിടിച്ചപ്പോഴേക്കും ഇത്രയായി. അതിന് നമുക്ക് അതിന്റെ സെന്ററിൽ വെച്ചാലോ? അല്ലെങ്കിൽ എങ്ങനെ വെക്കണേ? അല്ല അങ്ങനെയല്ല അല്ലെ, അല്ല ഇലയുടെ സൈഡിൽ വെക്കാം. കോമ്പറ്റീഷൻ അല്ലാതെ തന്നെ എങ്ങനെയാണ് വെക്കാം അല്ലേ? സത്യം. അതിന്റെ ഇടയില് ഇപ്പൊ ഇഷ്ടം പോലെ പൂക്കളായി അല്ലേ? വലുതായി. ഇതിനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെച്ചോ. പക്ഷെ ബാക്കി പൂക്കൾ എന്ത് ചെയ്യൂലേ? അല്ല കുറച്ചും കൂടി അടുപ്പിച്ച് നോക്കി. എന്താ അറിയോ, ഭയങ്കര വലുതായി നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ പച്ചയും ഇതൊക്കെ ഇങ്ങനെ വരുന്നല്ലേ? ഇതൊന്ന് അടുപ്പിച്ച് വേണമെങ്കില് ലാസ്റ്റത്തെ അല്ലേ? അല്ല ഫിനിഷിങ് അവസാനത്തെ ഫുള്ള് നിറയ്ക്കാം നമുക്കിങ്ങനെ. ജുവലേ ഇങ്ങനെ നോക്കി. ഇതിലിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടേ ഇവിടെ ഇങ്ങനെ നിറച്ചാ മതി. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിറയ്ക്കാം. ഇങ്ങനല്ലേ ഇവനെ? അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ നോക്കി കാര്യസ്ഥം വന്നിട്ട് വീട്ടിലത്തെ അതാ കണ്ട എല്ലാം കഴിഞ്ഞപ്പോ വന്നിട്ട് നോക്കി. അല്ല ഞാനത് അവിടെ നോക്കുന്നുണ്ട്, ഏത് വീഡിയോ എടുക്കുമ്പോ നിങ്ങളുടെ എല്ലാം കറക്റ്റ് ആണോ? അത് നമുക്ക് മാറ്റാം. അത് മതി തോന്നുന്നു. ഇതിനങ്ങോട്ട് ഇട്ടു കേട്ടാ. അങ്ങനെ നമ്മളത് പെട്ടെന്നാണെങ്കിലും വേഗം ചെറിയ പൂക്കളാണ് നമ്മുടെ ഷിപ്പിന്റെ പണിയാ. ഇതിനെല്ലാത്തിനും ഇങ്ങനെ ഒതുക്കിയിട്. അടിപൊളി. കറക്റ്റ് ഉണ്ടായി. അവിടെ ഒരു ചെറിയൊരു ഇങ്ങോട്ടൊന്ന് കറക്റ്റ് ഉണ്ടായി. ഇവിടെ മുകളിൽ നോക്കുമ്പോ അങ്ങനെ ഞങ്ങളുടെ ജോമോനാണ് കറികളൊക്കെ വിളമ്പുന്നത് ഡിൻസിയും കൂടിയിട്ട് അല്ലേ? അങ്ങനെ നമ്മൾ ഓണത്തിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. എല്ലാവരും സദ്യ കഴിക്കട്ടാ. നമുക്ക് ജോമോൻ എല്ലാവർക്കും സദ്യ വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാനും പോയി ആ സൈഡിൽ പോയിരിക്കട്ടെ. അപ്പൊ എന്റെ സ്ഥലോ എങ്ങനെയുണ്ടപ്പോ നമ്മുടെ സദ്യ? സാമ്പാറിന് എരിവുണ്ടല്ലേ? പാവട്ടിക്ക് ഇഷ്ടായോ? പാവട്ടിക്ക് ഇഷ്ടായോ? ഒരു ഇച്ചിരി ചിക്കൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ? ഓണത്തിന് ചിക്കൻ വറുത്ത. അതെ, സൈഡില് അല്ല ഫോട്ടോ എടുക്കുമ്പോ വെക്കണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഞങ്ങള് തിരുവോണം കടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. സദ്യ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സദ്യ? സദ്യ അടിപൊളിയായിരുന്നു. ആരോട് താങ്ക് യു പറയണ്ടേ? താങ്ക് യു ഉണ്ടാക്കിയ ആൾക്കാരോട്.
ജോമോൻ, ഡെൻസി അല്ലെ, ജോമോൻ, ഡെൻസി, പിന്നെ നിൻഡോ അല്ലെ. വാവുട്ടിക്ക് മനസ്സിലും ജുവലിന് സദ്യ ഇഷ്ടമായ? അടിപൊളിയായിരുന്നാ? വാവുട്ടിക്ക് ഇഷ്ടമായ? എനിക്ക് കറി ഇഷ്ടമില്ല, പക്ഷെ പപ്പടും സാമ്പാറും മാത്രം ഇഷ്ടമായി. ഷുക്കു ഒരു കാര്യം ചോദിക്കട്ടെ, ഷുക്കുന് സദ്യ ഇഷ്ടമായ? സദ്യ ഇഷ്ടമായ? കേക്ക് ഇഷ്ടമായ? എങ്ങനെയുണ്ടായിരുന്നു ജോമോന്? സൂപ്പർ പൊളി. പായസോ? ഓണമൂട് സദ്യ മൂട്. പായസോ? കിടുവായിരുന്നു. പായസം എല്ലാം പൊളിയാണ്. എവിടെ? അടിപൊളി പായസം എങ്ങനെയുണ്ടായിരുന്നു? പായസം അടിപൊളിയായിരുന്നു. ജോമോൻ ഉണ്ടാക്കിയാലുണ്ടോ? അല്ല, വളരെയധികം നന്ദിയുണ്ട് ഡബിൾ ഹോഴ്സാർക്ക്. അവരുടെ പായസമാണല്ലോ. അപ്പൊ ഇന്ന് തിരുവോണത്തിന് എല്ലാം ഉണ്ടാക്കിയത് ഡിൻസി ആയിരുന്നു. അവളുടെ കൈയായിരുന്നു എല്ലാത്തിനും. അടിപൊളിയായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും തിരുവോണാശംസകൾ. അപ്പൊ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. എല്ലാം കഴിഞ്ഞ് തിരുവോണത്തിൻ്റെ അന്നെടുത്ത കുറച്ച് ഫോട്ടോകളും കൂടിയും ഇതിനകത്ത് ആഡ് ചെയ്യുക കേട്ടോ. മഹാബലിയെ പോലെ ആത്മാർപ്പണത്തിന്റെ മാതൃകകളാണ് നമുക്ക് സാധിക്കട്ടെ. എത്ര അകലെയാണെങ്കിലും മലയാളത്തിന്റെ തനിമ എന്നും നിങ്ങളിലുണ്ടാവട്ടെ. കളിയും ചിരിയും ആർപ്പുവിളികളുമായി ഈ തിരുവോണം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഏവർക്കും ഓണാശംസകൾ.